ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലംബിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ അടിപൊളി ഹെയർ ബാൻ ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് 2 ക്ലോത്ത് വേണം. മാച്ചിങ് ആയിട്ട് തോന്നുന്ന ഏത് ക്ലോത്ത് വേണോ നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഞാൻ 100% ഉറപ്പിച്ച് പറയാനായിട്ട് ഇത് ഭയങ്കര ഈസിയാണ്, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ 2 സൈഡും നമ്മൾ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബോയുടെ പിക്ചർ കണ്ടില്ല, അപ്പോൾ ഇൻസൈഡ് ക്ലോത്ത് എന്ന് പറയുന്നതാണ് നമ്മളിപ്പം കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പിക്ചർ സൈഡിലോട്ട് കൊടുത്തത്. അപ്പം ഇതേപോലെ എഡ്ജ് ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ അടുത്ത എൻഡിലും ചെയ്യാം. സോ നമ്മൾ കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ നല്ല ഭാഗം അടിയിൽ ആണ് കേട്ടോ വരേണ്ടത്. എന്നിട്ട് ഈ സൈഡെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സോ നമ്മളുടെ രണ്ടാമത്തെ ക്ലോത്തിൻ്റെ ഇങ്ങനെ അഡീഷണലായിട്ട് വന്ന ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ക്ലോത്തിൻ്റെ നല്ല ഭാഗം പുറത്തോട്ട് എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ അടിയിലുള്ള മറ്റേ ക്ലോത്ത് ആ കട്ടിൽ വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ആ സ്മോൾ ഹോൾ വഴിയിട്ട് നമ്മളുടെ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ പുറത്തോട്ട് വലിച്ചെടുക്കാം. പിന്നെ നമ്മൾ പെൻസിലോ സിസേഴ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ എഡ്ജസിൽ മടങ്ങിയിരിക്കുന്ന ക്ലോത്ത് നേരെയാക്കി കൊടുക്കണം കേട്ടോ. ഈ ക്ലോത്ത് എല്ലാം ഉടഞ്ഞു പോയില്ലേ, ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണേ, ഒന്ന് ഫ്ലാറ്റൻ ചെയ്യാനായിട്ട്. നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും വേറെ വേറെ ഫാബ്രിക് ആണല്ലോ. അപ്പോൾ ഏത് വേണം, ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് ഏത് വേണമെന്ന് ഇപ്പോൾ തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇതാണ് ഇൻസൈഡായിട്ട് എടുത്തേക്കുന്നത്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിനി എല്ലാം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കും കേട്ടോ, സാധാരണ ബോസ് ചെയ്യുന്ന പോലെ. സോ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ആ മിഡിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ത്രെഡ് പോകാനായിട്ടാണ് അങ്ങനെ ഒരു ഫോൾഡ് കൊടുത്തത്. ഇത് ഫാസ്റ്റ് അടിച്ച് വിടാതെ സ്ലോ ആയിട്ട് ചെയ്തത് ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സോ മിഡിലിൽ വെക്കാനുള്ള ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് 8 സെൻറ്റിമീറ്റർ × 4 സെൻറ്റിമീറ്റർ. ഈ ഹെയർ ബോ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മാക്സിമം 20 മിനിറ്റ്സ് ഒക്കെ എടുക്കത്തുള്ളൂ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ബോ ഉണ്ടാക്കുക. അതും 2 ഫാബ്രിക് യൂസ് ചെയ്തിട്ട് നല്ല രസമില്ല കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതെല്ലാം എന്നെ ഇൻസ്പയർ ചെയ്യും പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ പേജിലോട്ട് എത്തുകയുള്ളൂ കേട്ടോ. സോ പുതിയൊരു അടിപൊളി ഹെയർ ബോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.